നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2-ന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏതൊക്കെ പോർഷൻസ് പഠിക്കണം, ഓരോ വിഷയങ്ങളിൽ ഏതൊക്കെ പോർഷൻസ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത്, അതാണ് ആദ്യത്തെ ചോദ്യചിഹ്നം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ളൊരു അവലോകനം നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു പ്രശ്നമില്ല, നല്ല ഗംഭീര മാർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യം തന്നെ പറഞ്ഞേക്കുന്നു, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നോട്ട്സും ക്ലാസ്സുകളും എല്ലാം കിട്ടും. അടിപൊളിയായിട്ട് പഠിക്കാം. സൂപ്പറായിട്ട് പഠിക്കേണ്ടവരാണെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ നോട്ട്സും പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. എല്ലാ വിഷയങ്ങളിലും അത് കിട്ടിയിരിക്കും. ഓക്കെ, അത് ഞാൻ ആദ്യമേ കാര്യത്തിലേക്ക് കിടക്കാം. ഫിസിക്സ് ആണ് നമുക്ക് ഇന്ന് പറയുന്നത്. ഫിസിക്സിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് എപ്പോഴും സെക്കൻഡ് ടേമിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ ഒരു 10 മുതൽ 20% വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 100%-ത്തിൽ 10 മുതൽ 20% ക്വസ്റ്റ്യൻസ് വരെ ആദ്യത്തെ 4 ചാപ്റ്ററാണ് ഫസ്റ്റ് ടേമിൽ വരുന്നത്. അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് തെറ്റിദ്ധരിക്കേണ്ട, ബയോട്സ് അവാർഡ്സിലൊക്കെ ഉള്ള ചാപ്റ്റർ. ഓക്കെ, ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 20% ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ചോയ്സ് വെച്ചങ്ങ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പം വീൻസ്റ്റൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഗോസസ് തിയറം, അങ്ങനെയുള്ളൊരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടാം. അതിനകത്ത് അത് കിട്ടിയിരിക്കും. അത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് ടൈം തന്നെയാണ്. സെക്കൻഡ് ഇയറുകാർ സെക്കൻഡ് ടൈമിൽ പഠിക്കുന്ന ചാപ്റ്ററുകൾ വൃത്തിയായിട്ട് പഠിച്ചു തീർക്കുക. കാരണം വേറൊന്നുമല്ല, 3 ചാപ്റ്ററെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 3 ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടി ഒരു കരുതലായിരിക്കണം. കാരണം പഠിക്കുന്നത് നല്ല വ്യക്തമായിട്ട് ഓടിച്ചിട്ട് പഠിക്കരുത്. വ്യക്തമായിട്ട് പഠിച്ചു തീർന്നാൽ നിങ്ങൾക്ക് അത് പബ്ലിക് എക്സാമിന് ഗുണം ചെയ്യും. മാത്രമല്ല മാർച്ച് 1-ാം തീയതി തുടങ്ങുന്നത് ഫിസിക്സ് ആണ് താനും. കാരണം വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഇതാണ്. 5-ാമത്തെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ചെറിയ ചാപ്റ്ററാണ്. ഇലക്ട്രോ മാഗ്നറ്റിക്ഷൻ ചെറിയ ചാപ്റ്ററാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് മാത്രമേ അത്യാവശ്യം ഉള്ളൂ താനും. പിന്നെ 8-ാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. 9-ാമത്തെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. 10 വേവ് ഒപ്റ്റിക്സ്. ഇത്രയും ചാപ്റ്ററുകളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇതിൽ നിന്നായിരിക്കും 80% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അന്നേരം ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടും, അതിൻ്റെ വീഡിയോസ് ഇടും, ഇമ്പോർട്ടൻറ്റ് ആൻസേഴ്സും ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് ഇടും. നിങ്ങളുടെ കമൻസ് എല്ലാം ഇട്ടേക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ ഏതൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് സഹായമാകുന്നു, ഒരു മാഷ് എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് സഹായം ചെയ്യുന്നു, നമ്മുടെ സഹ അധ്യാപകരോട് ചേർന്ന് ഏറ്റവും നല്ല ക്ലാസ്സുകൾ തരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ക്ലാസ്സുകളൊന്നും, ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ലാസ്സുകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് 100% വിശ്വസിക്കുകയും ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതാണ് നമ്മുടെ സ്ട്രെങ്ത്. ഒരാൾ നമ്മുടെ ഒരു ഫാമിലി കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിട്ട് ഇത് ക്ലാസ്സെല്ലാം കാണുക. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി എല്ലാം ഇനി പോലുള്ള വീഡിയോസിനകത്തെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങും. ഒരെണ്ണം ഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ആകും. അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട. ഇടിച്ചു കുത്തി ആരും കയറുന്ന അടുത്തതിനകത്ത് ഉറപ്പായിട്ട് ഓപ്ഷൻസ് കാണും. എല്ലാത്തിനകത്ത് ഒരേ കണ്ടന്റ് ആയിരിക്കും. അന്നേരം ഫിസിക്സ് ചെയ്യേണ്ടത് സെക്കൻഡ് ടൈം പെർഫെക്റ്റ്ലി പഠിക്കുക. ഫസ്റ്റ് ടൈമിൻ്റെ ചോയ്സ് മാത്രം വെച്ച് പഠിക്കുക. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. സെക്കൻഡ് ടൈമിൽ ഫോക്കസ് ഓൺ ഓൺലി സെക്കൻഡ് ടൈം പോർഷൻസ് ഫോർ +2 സ്റ്റുഡൻസ്. ഫിസിക്സ് ഇതുപോലെ നമുക്ക് കെമിസ്ട്രി, മാത്സും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിത്തം തുടങ്ങാം. നെവർ എവർ ഗീവ് അപ്പ്.